നിനക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയുന്ന റബ്ബ് ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് നീ ചെയ്യേണ്ടത്, ഏതാണ് നിനക്ക് യോജിച്ച നിയമങ്ങൾ, ഏതാണ് നിനക്ക് പാടില്ലാത്ത കാര്യങ്ങൾ, നിനക്കൊക്കെ ആവാം, നിനക്കൊക്കെ ആസ്വദിക്കാം, നിനക്കൊക്കെ ആസ്വദിക്കാൻ പാടില്ല. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. റബ്ബ് തീരുമാനിച്ച നിയമങ്ങൾക്കെതിരിൽ സംസാരിക്കാൻ ബുദ്ധിയും ചിന്താശേഷിയും അറിവും ഒന്നുമില്ലാത്ത മനുഷ്യന്റെ അവകാശമുണ്ട്. അവന്റെ ബുദ്ധിയും ചിന്തയും അറിവും കാഴ്ചയും കേൾവിയും ഒക്കെ അള്ളാഹു നൽകിയതാണ്. അതിന് പരിധിയുണ്ട്. മനുഷ്യൻ നന്മയും തിന്മയും തീരുമാനിച്ചാൽ സുബ്ഹാനല്ലാഹ് നശിച്ചതാണ് നമ്മുടെ കാര്യം. നമ്മൾ പിൻപറ്റുന്നത് ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് പഠിപ്പിച്ചതാണ്. അവൻ പഠിപ്പിച്ചാൽ നമുക്ക് ഹലാൽ, അവൻ പഠിപ്പിച്ചാൽ നമുക്ക് ഹറാം, അവൻ ഹറാമാക്കി ഹറാമായി ചെയ്യും, അവൻ ഹലാലാക്കി നമ്മൾ ഹലാലായി സ്വീകരിക്കും. ഇതിനേക്കാളും വലിയ അഭിമാനവും അന്തസ്സും പ്രതാവും ഏതിനാണുള്ളത്? മനുഷ്യർ പഠിപ്പിച്ച ആശയങ്ങൾ സ്വീകരിക്കുന്നതിലോ? കാൾ മാർക്സ് എംഗൽസ് ആണോ മനുഷ്യൻ ഹറാമിത് ഹലാലാണെന്ന് പറയുന്നത്? ഭൂമിയിലുള്ള മനുഷ്യനാണോ? അല്ല. അവന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവന്റെ ദൂതന്മാരെ, അവന്റെ പ്രവാചകന്മാരെ, അവന്റെ റസൂലുകളെ അയച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെ റബ്ബായി അവൻ പഠിപ്പിച്ച ദീൻ, ജീവിതമാർഗ്ഗമാകുന്ന ഇസ്ലാമിനെ മതമായി അവൻ നമുക്ക് മാതൃകയായി അയച്ചിട്ടുള്ള മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തു തഗാബുനിൻ്റെ തഫ്സീറിൻ്റെ അവസാനം അതിലെ 16-ാമത്തെ ആയത്തിൽ അവസാനത്തെ ഒരു ഭാഗം, അതിൻ്റെ തഫ്സീർ ഞാൻ പറയാതെ വിട്ടുപോയി. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അഥവാ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി. വസ്മഉ വഅതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾക്ക് തന്നെ നന്മയായിക്കൊണ്ട്. കാരണം അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ നന്മയായി വരും. ومن يوق شح نفسه فأولئك هم المفلحون. ومن يوق, ആരാണോ സംരക്ഷിതനായിട്ടുള്ളത്, രക്ഷപ്പെട്ടത്, ഷുഹ നഫ്സിഹി, അവന്റെ മനസ്സിന്റെ ഷുഹിൽ നിന്ന്, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ഷുഹ് എന്നാൽ പിശുക്ക് എന്ന് അതിന് അർത്ഥം പറയാം. അതിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവരാണ് വിജയികൾ. എന്നാൽ വെറും പിശുക്കല്ല ഷുഹ എന്നാൽ, മറിച്ച് തങ്ങളുടെ കയ്യിലില്ലാത്തത് കിട്ടാനുള്ള ആഗ്രഹവും ഒരു തരം ആർത്തിയും, അതുപോലെ വേണ്ടിടത്ത് ചെലവഴിക്കാനുള്ള മടിയും, ഇതിനെല്ലാമാണ് ഷുഹ് എന്ന് പറയുക. മനസ്സിന്റെ ഷുഹ് അത് ബുഖിലിന്റെ പിശുക്കിന്റെയും അപ്പുറത്താണത്. അതിനേക്കാളും കുറച്ചുകൂടി കടന്ന പടിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാബത്ത്, അവരങ്ങനെയുള്ളവരായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് തങ്ങളുടെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് ചെന്ന മഹാന്മാരായ സഹാബിമാരെ സഹായിച്ച മദീനയിലെ അൻസാറുകൾ അവരങ്ങനെയായിരുന്നു. അവരുടെ വീടും അവരുടെ സ്വത്തും അവരുടെ വേണ്ടുന്നതെല്ലാം അവർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വീതം വെച്ചു. അവർ ഈ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന്, ആ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവരാണ് വിജയികൾ. മറിച്ച് മനസ്സിന്റെ ആ പിശുക്ക്, അതിനെ ആരെങ്കിലും അനുസരിച്ചാൽ, ആ നല്ലത് ചെലവഴിക്കാൻ തടസ്സപ്പെടുത്തുന്ന മനസ്സിനെ, എല്ലാത്തിനോടും ആർത്തിയുള്ള മനസ്സിനെ അനുസരിച്ചാൽ കുടുങ്ങിപ്പോകും. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ വിജയിച്ചു എന്നതാണ് ആയത്തിന്റെ അർത്ഥം, അതിന്റെ തഫ്സീർ. ഇനി അടുത്ത സൂറത്ത് നമുക്ക് പഠിക്കാനുള്ള സൂറത്തു അൽ മുനാഫിഖൂൻ. സൂറത്തു അൽ മുനാഫിഖൂൻ, ഈ അധ്യായമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മദനിയായ സൂറത്താണിത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഹിജ്റ പോയതിനു ശേഷം മദീനയിലേക്ക് ചെന്നതിനു ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് അൽ മുനാഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون الله പറയുന്നു إذا جاءك المنافقون ونبيه താങ്കളുടെ അടുത്തേക്ക് മുനാഫിഖുകൾ വന്നാൽ ഖാലു അവർ പറയും നഷ്ഹദു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇന്നക ലറസൂലുള്ളാഹ് താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ഓ നബിയെ താങ്കളുടെ അടുത്ത് മുനാഫിഖുകൾ വന്നാൽ അവർ പറയും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നു ഇന്നക ലറസൂലു താങ്കൾ അവന്റെ റസൂൽ ദൂതൻ തന്നെയാണെന്ന് അല്ലാഹു അറിയുന്നു. അല്ലാഹു യശ്ഹദ് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ മുനാഫിഖുകൾ കളവാണ് പറയുന്നത് എന്ന്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപടവിശ്വാസി എന്നാണ് അതിന്റെ അർത്ഥം. നാഫഖ യുനാഫിഖു ഫഹുവ മുനാഫിഖ് നാഫഖ യുനാഫിഖു നിഫാഖൻ ഫഹുവ മുനാഫിഖ്. മുനാഫിഖ് അത് രണ്ട് രൂപത്തിലാണ് മുനാഫിഖുകളുള്ളത്. നിഫാഖ് എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് നിഫാഖ് ഇഅ്തിഖാദി, രണ്ട് നിഫാഖ് അമലി. ഒന്ന് വിശ്വാസത്തിലുള്ള നിഫാഖാണ്, വിശ്വാസത്തിലുള്ള കാപട്യമാണ്. രണ്ട് പ്രവർത്തികളിലുള്ള കാപട്യമാണ്. ഇതിലൊന്നാമത്തേത് വിശ്വാസത്തിലുള്ള കാപട്യം, അതാണ് ഏറ്റവും ഗുരുതരമായതും ഏറ്റവും കടുത്തതും. ആ കാപട്യമുള്ളവൻ യഥാർത്ഥത്തിൽ മുസ്ലിമല്ല, പുറമേക്കവൻ മുസ്ലിമാണെന്ന് വാദിച്ചാലും. എന്നാൽ രണ്ടാമത്തേത് അമലിലുള്ള നിഫാഖ്, പ്രവർത്തനങ്ങളിൽ വരുന്ന നിഫാഖ് എന്നത് ആദ്യം പറഞ്ഞതിന്റെ അത്രയും ഗൗരവമുള്ളതല്ല. അവൻ മുസ്ലിം തന്നെ, പക്ഷേ വലിയ തെറ്റുകൾ അവനിൽ സംഭവിച്ചിരിക്കുന്നു. അവൻ കടുത്ത നിഫാഖിലേക്ക് എപ്പോഴും ചാടാൻ സാധ്യതയുള്ളവനാണ്. നസ്അലുല്ലാഹൽ ആഫിയ. ഒന്നാമത് പറഞ്ഞ നിഫാഖ് ഇഅ്തിഖാദി, വിശ്വാസത്തിലുള്ള നിഫാഖ് എന്നാൽ ഇതാ ഈ പറഞ്ഞതാണ്. ഈ ആയത്ത് തന്നെ, ഈ ആയത്തിലൂടെ തന്നെ ആ നിഫാഖ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓ നബിയെ, മുനാഫിഖുകൾ താങ്കളുടെ അടുത്ത് വന്നിട്ട് പറയുന്നു താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവെന്ന്. അള്ളാഹുവിനറിയാം താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലാഹു യശ്ഹദ്, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. നേരത്തെ അവർ സാക്ഷ്യം വഹിച്ച കാര്യം പറഞ്ഞു, അവർ പറയുന്നു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. എന്നാൽ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ആ മുനാഫിഖുകൾ ലകാദിബൂൻ, കളവ് പറയുകയാണ്. ഇതാണ് ഇഅ്തിഖാദിയായ നിഫാഖ്, വിശ്വാസത്തിലുള്ള നിഫാഖ്. അഥവാ അവർക്ക് അള്ളാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലുമൊക്കെ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് വെറും കളവാണ്. ഉള്ളിലൊരു വിശ്വാസവുമില്ല, പുറത്ത് ആ വിശ്വാസമുണ്ടെന്ന് നാവ് കൊണ്ട് പറയുക മാത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള കൂട്ടർ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെല്ലുകയും ഗസ്വത്തു ബദർ യുദ്ധം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് മുനാഫിഖുകൾ എന്ന വിഭാഗം തലപൊക്കിയത്. കാരണം അതിനു മുമ്പ് മുസ്ലിമീങ്ങൾ ദൗർബല്യത്തിലായിരുന്നു. അവർ മക്കയിൽ മർദ്ദിതരും പീഡിതരുമൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞു വന്നാൽ ഒരാൾക്കും ആനുകൂല്യമല്ല കിട്ടുക. അതുകൊണ്ട് യഥാർത്ഥ നല്ല ഉറപ്പുള്ള, അള്ളാഹുവിനു വേണ്ടി ദുനിയാവ് ത്യജിക്കാൻ തയ്യാറായ, പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അതിസുന്ദരമായ സ്വർഗം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയാകുന്ന നരകത്തിന് പേടിച്ചുകൊണ്ട് ഈമാനിൽ ഉറച്ചു നിന്ന നല്ല ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് മദീനയിലേക്ക് അവർ വരികയും ബദർ യുദ്ധം ഉണ്ടാകുകയും ചെയ്തതിനു ശേഷം മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ടായി. അവർ അന്തസ്സുള്ളവരും, അവർക്ക് ദുനിയാവിൽ പലതും, ഈ ലോകത്തുള്ള പലതും ലഭിക്കുകയും ഉണ്ടായി. അപ്പൊ ആ സമയത്താണ് മുനാഫിഖുകൾ ഉണ്ടായത്. ഒരു വിശ്വാസമില്ലാതെ ചിലരൊക്കെ
മുസ്ലിമീങ്ങളാണെന്ന് അഭിനയിച്ച് വന്നു. മുസ്ലിമീങ്ങളായ ആൾ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടി. അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്നവൻ. അപ്പോൾ ഈ മദീനയിൽ ബദർ യുദ്ധത്തിന് ശേഷമാണ് ഈ മുനാഫിഖുകൾ ഉണ്ടായത്. അവർക്ക് യാതൊരു വിശ്വാസവുമില്ല, മറിച്ച് അവർ പുറമേക്ക് വെറും കളവ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെക്കുറിച്ച് ഒരുപാട് താക്കീതുകൾ അവന്റെ കിതാബിലൂടെ പറഞ്ഞു. കാരണം മുശ്രിക്കുകളെക്കാളും കാഫിറുകളെക്കാളും അഥവാ പ്രത്യക്ഷത്തിൽ തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നവരെക്കാളും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അപകടം ഇവരാണ്, മുനാഫിക്കുകളാണ്. കാരണം ഇവർ പുറമേക്ക് മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, അതുകൊണ്ട് അവരെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പുറമേക്കുള്ളതല്ലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ, ഉള്ളിലുള്ളത് അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ അവരുടെ ഷർറാരും പേടിക്കുകയില്ല, ഇവരെ നമ്മളൊന്നും ചെയ്യുകയില്ല, ഇവരെ നമ്മൾ മിത്രങ്ങളാണെന്ന് വിചാരിക്കും. മിത്രങ്ങളാണെന്ന് വിചാരിക്കുന്നവർ അപകടം വരുത്തുക എന്നത് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന അപകടമാണ്. പ്രത്യക്ഷ ശത്രുവിനെതിരിൽ നമുക്ക് ജാഗ്രത കൈക്കൊള്ളാം. അവരെന്തെങ്കിലും ഉപദ്രവം വരുത്തുമെന്നത് നമ്മളെപ്പോഴും അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലായിരിക്കും, മുൻകരുതലിലായിരിക്കും. എന്നാൽ ഇവരങ്ങനെയല്ല. അതുകൊണ്ട് ഇവരുടെ അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ചുള്ള താക്കീതുകൾ, അവരുടെ ലക്ഷണങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പറഞ്ഞത് നമുക്ക് കാണാം. അല്ലാഹു നിഫാഖിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ടാണ് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറ. ആ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ നാളെ പരലോകത്ത് നരകത്തിന്റെ അടിത്തട്ടിലാണ്. മുശ്രിക്കിനും കാഫിറിനും താഴെ ആണ് മുനാഫിഖ്. ഇതേത് മുനാഫിഖാണ്? വിശ്വാസത്തിൽ നിഫാഖുള്ളവൻ. എന്നാൽ രണ്ടാമത് പറഞ്ഞ അമലിലുള്ള നിഫാഖ്, പ്രവർത്തനങ്ങളിലുള്ള നിഫാഖ്, അത് മറ്റു ചിലതാണ്. അതോ അള്ളാഹുലും റസൂലിലുമൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുലും റസൂലിലുമൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. എന്നാൽ മുനാഫിഖുകളുടെ അടയാളങ്ങൾ ചിലത് അവരിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ ഹദ്ദസ കദബ് വഇദാ വഅദ അഖ്ലഫ് വഇദാ ഉതുമിന ഖാൻ. സംസാരിക്കുമ്പോൾ അവർ കളവ് പറയും, വിശ്വസിച്ച ആളുകൾ അവർ വഞ്ചിക്കും, കരാറിൽ ഏർപ്പെട്ടാൽ കരാറിൽ ലംഘിക്കും. വഇദാ ഖാസമ ഫജർ. ആരുമായിട്ടെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ ഫജർ, മോശമായ വൃത്തികെട്ട മാർഗങ്ങൾ തർക്കം ചെയ്യിക്കാൻ ഉപയോഗിക്കും. അതാണ് വഇദാ ഖാസമ ഫജർ എന്നതിന്റെ ശരിയായ അർത്ഥം. ചില ആളുകൾ തമ്മിൽ തെറ്റിയാൽ തെറി വിളിക്കും എന്നത് അതിന്റെ അർത്ഥമായി പറയാറുണ്ട്. തമ്മിൽ തെറ്റിയാൽ തെറി വിളിക്കാനുള്ള വളരെ മോശമായ സ്വഭാവമാണ്. പക്ഷെ അവിടെ അർത്ഥം വൈദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ ഫജർ, തർക്കത്തിൽ ഫുജൂർ ഉപയോഗിക്കും. മോശമായ മാർഗങ്ങൾ തർക്കം ചെയ്യിക്കാൻ ഉപയോഗിക്കും. ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല. അവൻ സംസാരിച്ചാൽ അവൻ സത്യം പറയേണ്ടവനാണ്, അവൻ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടവനാണ്, കരാറുകൾ ലംഘിച്ചുകൂടാത്തവനാണ്. അവനൊരിക്കലും നീതിയല്ലാതെ ശത്രുവിനോട് പോലും ചെയ്യുകയില്ല, മോശമായ മാർഗങ്ങൾ ജയിക്കാനായി ഉപയോഗിക്കുകയില്ല. റബ്ബിൽ തവക്കുലാക്കി അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചവനാണ് മുസ്ലിം. അതുകൊണ്ട് ഇത് അമലിലുള്ള നിഫാഖാണ്. പക്ഷെ നമ്മളേവരും വളരെ ഇത് സൂക്ഷിക്കണം. നമ്മുടെ മുൻഗാമികൾ, മഹാന്മാരായ സഹാബത്ത് ഇതിനെ ഭയപ്പെട്ടിരുന്നു, പേടിച്ചിരുന്നു. ഇബ്നു അബി മുലൈഖ റഹിമഹുല്ലാഹ് മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം, 30ഓളം സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ അൻഫുസിഹിമുൻ നിഫാഖ് ഔ അലാ നഫ്സിഹിൻ നിഫാഖ്. അവരിൽ ഓരോരുത്തരും തങ്ങളുടെ കാര്യത്തിൽ കാപട്യം പേടിച്ചിരുന്നു, മുനാഫിഖായി പോവോ എന്നവർ പേടിച്ചിരുന്നു. അൽ ഹസനുൽ ബസ്രി എന്ന താബിഈ അദ്ദേഹം പറഞ്ഞു, സഹാബത്തിനെ കണ്ടവർക്കാണ് താബികൾ എന്ന് പറയുക. നബിയെ കണ്ട സഹാബിമാരെ കണ്ടിട്ടുള്ളവർ, പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടില്ല താബികൾ. അവരിൽപ്പെട്ട ഹസനുൽ ബസ്രി, ബസറക്കാരനായ ഹസൻ, അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, മാ അമിനഹു ഇല്ലാ മുനാഫിഖ് വമാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. കാപട്യം നിഫാഖിനെ പേടിക്കുകയില്ല മുഅ്മിനല്ലാതെ. സത്യവിശ്വാസിയാണ്, യഥാർത്ഥ മുസ്ലിമാണ്, ഈമാനുള്ളവനാണ് കാപട്യത്തെ പേടിക്കുക. വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. കാപട്യത്തെക്കുറിച്ച് നിർഭയനായിരിക്കുകയില്ല ഇല്ല മുനാഫിഖ് അല്ലാതെ. മുനാഫിഖിന് ഒരിക്കലും പേടി ഉണ്ടാവില്ല മുനാഫിഖായി പോകുന്നത്. മുഅ്മിൻ പേടിക്കും, ഞാൻ മുനാഫിഖായി പോകുമോ, കാപട്യം എന്നിൽ വന്നു പോകുമോ. അപ്പൊ ആർക്കെങ്കിലും അവനവന്റെ മനസ്സിൽ കാപട്യത്തെക്കുറിച്ച് പേടിയില്ലേ
സുബ്ഹാനല്ലാഹ്, വലിയ അപകടത്തിലാണുള്ളത്. ആർക്കെങ്കിലും സ്വന്തം മനസ്സിൽ ഞാൻ മുനാഫിഖായി പോകും, എന്നിൽ നിഫാഖുണ്ടോ എന്ന് പേടിയുണ്ടോ? അൽഹംദുലില്ലാ, അത് നല്ല ലക്ഷണമാണ്. അല്ല, സ്വന്തത്തെക്കുറിച്ചുള്ള മുഹാസബ, സ്വന്തത്തെക്കുറിച്ചുള്ള വിചാരണ, ആത്മവിചാരണ നടത്തുക. അവനവന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക. തിരുത്താനുള്ള കാര്യങ്ങൾ ഒരുപാട് എനിക്ക് തിരുത്താനുണ്ടല്ലോ, ഞാൻ ഇനി ഒരുപാട് നന്നാവേണ്ടതുണ്ടല്ലോ എന്നതിനെ കുറിച്ച് ആലോചിക്കലും അതിനുവേണ്ടി ചിന്തിക്കലും അതിനായി റബ്ബിനോട് ദുആ ചെയ്യലും എല്ലാം ഖൈറിന്റെ ലക്ഷണങ്ങളാണ്. ഒരുവനിൽ നന്മയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അള്ളാഹു അങ്ങനെ നന്മയുടെ ആളുകളാക്കി നമ്മെ തീർക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറയുന്നു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നാൽ അവർ പറയും, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. എന്നാൽ അള്ളാഹുവിനറിയാം താങ്കൾ അവന്റെ റസൂലാണെന്ന്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതേ, റബ്ബ് സാക്ഷ്യം വഹിക്കുന്നു മുനാഫിഖുകൾ കളവാണ് പറയുന്നതെന്ന്. ഇതിൽ തന്നെ വ്യക്തമാണ്, അവർ പുറത്തുനിന്ന് കാണിക്കും, ഉള്ളിലുള്ളതിന് വിപരീതമായി പുറത്തവർ വേറെയാണ് കാണിക്കുക എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون. الله പറയുന്നു, اتخذوا, അവർ സ്വീകരിച്ചു, ഐമാനഹും, അവരുടെ ശപഥങ്ങളെ, അവർ സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളെ അവരാക്കി തീർത്തു, ജുന്നതൻ, ഒരു പരിചയാക്കി തീർത്തു. ഫസദ്ദു അൻ സബീലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടഞ്ഞു. ഇന്നഹും, തീർച്ചയായും അവർ, സാഅ, എത്ര മോശമാണ്, മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മോശമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു. അവരുടെ വാക്കുകളെ, ശബ്ദങ്ങളെ അവർ ഒരു പരിചയാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത്തഖുന്നാസ ബിൽ ഐമാനിൽ കാദിബ വൽ ഹിൽഫാനിൽ ആസിമ ലിയസ്സദ്ദഖൂ ഫീമാ യഖൂലൂൻ. അവർ ജനങ്ങളെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കാപട്യം ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ അവരെന്ത് ചെയ്തു? എന്തുപയോഗിച്ചു? ബിൽ ഐമാനിൽ കാദിബ്, കള്ളസത്യം ചെയ്തും ഇല്ലാത്ത കാര്യങ്ങൾ വളരെ വൃത്തിക്ക് പറഞ്ഞുമൊക്കെ ആളുകൾ അവർ തെറ്റിദ്ധരിപ്പിച്ചു. ശേഷം അല്ലാഹു പറയുന്നുണ്ട്, വൈദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവർ സംസാരിച്ചാൽ അവരുടെ വാക്ക് നീ കേട്ടു നിന്നു പോകും. നല്ല ഫസാഹത്തുൽ ലിസാൻ അവർക്കുണ്ടാവും, സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല സംസാരവും നല്ല മുഞ്ചുള്ള വർത്തമാനങ്ങൾ കൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ഭാഗം അവർ മുനാഫിക്കുകളല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? ഫഗ്തറ ബിഹിം മൻ ലാ യഅരിഫു ജലിയത അംരിഹിം, അപ്പൊ അവരുടെ യഥാർത്ഥ അവസ്ഥ അറിയാത്തവർ വഞ്ചിതരായി പോകും. ഇവര് നല്ല നല്ല മനുഷ്യന്മാരാണെന്ന് വിചാരിക്കും. ഫഅതഖദു അന്നഹും മുസ്ലിമൂൻ, അതുകൊണ്ട് സാധാരണക്കാരായ, അള്ളാന്റെ വഹയില്ലല്ലോ, ആളുകൾ വിചാരിക്കും ഇവർ മുസ്ലിങ്ങൾ തന്നെയാണെന്ന്. ഫറുബ്ബമാ ഇഖ്തദാ ബിഹിം ഫീമാ യഫഅലൂൻ വസദ്ദഖഹും ഫീമാ യഖൂലൂൻ, ചിലപ്പോ ഒക്കെ സാധുക്കളായ മുസ്ലിമീങ്ങൾ അവരെ മാതൃകയാക്കി പോകും, അവർ വിശ്വസിച്ചു പോകും. വഹും മിൻ ശഅനിഹിം അന്നഹും കാനൂ ഫിൽ ബാത്തിനി ലാ യഅലൂന ലിൽ ഇസ്ലാമി വഅഹ്ലിഹി ഖബാല, യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെയും ദ്രോഹിക്കാനുള്ള ഒരു ചെറിയ വഴിയെങ്കിലും കിട്ടിയാൽ അവരത് ഉപേക്ഷിക്കൂല, വിടൂല. ചെറിയൊരു ചാൻസ് ആയിരിക്കും, അപ്പോ അത് മുസ്ലിമീങ്ങൾക്ക് മെക്കിട്ട് കയറാൻ അവർ ഉപയോഗിക്കും. അവരെ ദ്രോഹിക്കാനുള്ള ഒരു അവസരവും അവർ വിട്ടുകളയില്ല. ഇന്നും നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാം. ഇസ്ലാമിന്റെ പേരായിരിക്കും, ഇസ്ലാമിന്റെ പേരായി നല്ല പേരവനുണ്ടാവും. എന്ത് ചെയ്യും? എന്നിട്ട് ഇസ്ലാമിന്റെ ഒരു എതിർപ്പും കൂടാതെ മുസ്ലിമീങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങളെപ്പോലും പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ അവർ തയ്യാറാവും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കും അവരെ വളരെ പെരുത്തിഷ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടു കിടക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട എഴുത്തുകാർ എന്നൊക്കെ. ഈ ഗണത്തിലടക്കണ പേരായിരിക്കും, പേര് അമീദ് എന്നും അക്ബർ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പേരുകളായിരിക്കും, മുസ്ലിമീങ്ങളുടെ പേരുകളായിരിക്കും പലപ്പോഴും. പക്ഷേ എന്താണ് സംസാരിക്കുക? ഇസ്ലാമിനെതിരായിരിക്കും, ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരിൽ വലിയ നീതിയുടെയും വലിയ
അനീതിക്കെതിരായുമൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, വലിയ പുരോഗമനവാദികൾ എന്നൊക്കെ സ്വയം നടിച്ചുകൊണ്ട് അവർ സംസാരിക്കും. കൈയടിച്ചു കൊടുക്കാൻ അവർക്ക് ആളുകളുണ്ട്, കുഫാറുകളുണ്ട്, മുശ്രിക്കുകളുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നന്നാക്കണേ, നമ്മൾ മുസ്ലിഹുകളാണ്, ഞങ്ങൾ പരിഷ്കർത്താക്കളാണ്, ഞങ്ങൾ പുരോഗമനവാദികളാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അവരാണ് കുഴപ്പക്കാർ, അവർ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചത്, മനുഷ്യ നിന്നെ പടച്ച നിനക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയുന്ന റബ്ബ്, ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് നീ ചെയ്യേണ്ടത്, ഏതാണ് നിനക്ക് യോജിച്ച നിയമങ്ങൾ, ഏതാണ് നിനക്ക് പാടില്ലാത്ത കാര്യങ്ങൾ, നിനക്കെന്തൊക്കെ ആവാം, നിനക്കെന്തൊക്കെ ആസ്വദിക്കാം, നിനക്കെന്തൊക്കെ ആസ്വദിക്കാൻ പാടില്ല, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. റബ്ബ് തീരുമാനിച്ച നിയമങ്ങൾക്കെതിരിൽ സംസാരിക്കാൻ ബുദ്ധിയും ചിന്താശേഷിയും അറിവും ഒന്നുമില്ലാത്ത മനുഷ്യനെന്ത് അവകാശമുണ്ട്? അവന്റെ ബുദ്ധിയും ചിന്തയും അറിവും കാഴ്ചയും കേൾവിയും ഒക്കെ അള്ളാഹു നൽകിയതാണ്. അതിന് പരിധിയുണ്ട്. മനുഷ്യൻ നന്മയും തിന്മയും തീരുമാനിച്ചാൽ സുബ്ഹാനല്ലാഹ് നശിച്ചത് തന്നെ നമ്മളെ കാര്യം. അപ്പൊ നമ്മൾ പിൻപറ്റുന്നത് ഏഴാകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് പഠിപ്പിച്ചതാണ്. അവൻ പഠിപ്പിച്ചാണ് നമുക്ക് ഹലാൽ, അവൻ പഠിപ്പിച്ചാണ് നമുക്ക് ഹറാം. അവൻ ഹറാമാക്കിയത് നമ്മൾ ഹറാമായി സ്വീകരിക്കും, അവൻ ഹലാലാക്കിയത് നമ്മൾ ഹലാലായി സ്വീകരിക്കും. ഇതിനേക്കാളും വലിയ അഭിമാനവും അന്തസ്സും പ്രതാവും ഏതിനാണുള്ളത്? മനുഷ്യർ പഠിപ്പിച്ച ആശയങ്ങൾ സ്വീകരിക്കുന്നതിലോ? കാറൽ മാർക്സ് എംഗൽസ് ആണോ മനുഷ്യന് ഹറാം ഏത് ഹലാലാണെന്ന് ഏതെന്ന് പറയേണ്ടത്? ഭൂമിയിലുള്ള മനുഷ്യരാണോ? അല്ല, അവരുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവന്റെ ദൂതന്മാരെ, അവന്റെ പ്രവാചകന്മാരെ, അവന്റെ റസൂലുകളെ അയച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞങ്ങൾ അതിൽ തൃപ്തിപ്പെട്ടു. അല്ലാഹുവിനെ റബ്ബായി, അവൻ പഠിപ്പിച്ച ദീൻ ജീവിതമാർഗമാക്കുന്ന ഇസ്ലാമിനെ മതമായി, അവൻ നമുക്ക് മാതൃകയായി അയച്ചിട്ടുള്ള മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും സിനിമാ നടന്മാരുടെയോ ഏതെങ്കിലും സിനിമാ സംവിധായകന്മാരുടെയോ അങ്ങനെയുള്ള കുഫാറുകളുടെയോ ജൽപ്പനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന് ഞങ്ങളൊരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. ചവറ്റുകൊട്ടയാണത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടതില്ല. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ മതി. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ, അതിൽ ഞങ്ങൾ ഇസ്സത്തുള്ളവനാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുന്നു, അതിൽ നമ്മൾ തൃപ്തിപ്പെടുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള മുനാഫിക്കുകൾ ഏത് കാലത്തും ഉണ്ടാകും. അവർക്ക് ഇസ്ലാമിന്റെ പേര് ആവശ്യമുണ്ട്. കാരണം മറ്റോന് നമ്മൾ കുത്താൻ ഇവന്റെ പേരാവശ്യമാണ്. കോടാലിക്കൈ എന്ന് പറയാറുണ്ടല്ലോ, കോടാലിക്കൈ. അത് പണ്ടൊരു കഥയാണ്. ഒരാള് മരം വെട്ടാൻ വേണ്ടി പോകുമ്പോ ഈ ഇരുമ്പ് മാത്രമുണ്ട്, കോടാലിന്റെ അറ്റത്തുള്ള ഇരുമ്പ്. അതുകൊണ്ട് എത്ര കുത്തിയിട്ടും ഈ മരം അത് മുറിയുന്നില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞു കൊടുത്തത്, അതിനൊരു കൈ ഉണ്ടാക്കണം. അതിന്റെ കൈ എവിടുന്ന? ഈ മരത്തിൽ തന്നെ മുറിക്കണം. ഇപ്പൊ ഈ മരം വെട്ടാനുള്ള കൈ അത് ഈ മരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് കോടാലി കൈ എന്ന് പറയാ. അപ്പൊ കോടാലി കൈ കിട്ടണമെങ്കിൽ സമുദായത്തിൽ തന്നെ പിടിക്കണം. അതിനാണ് അങ്ങനെയുള്ള ആളുകളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഉപയോഗിക്കുന്നതും അവരെ മുന്നിൽ നിർത്തുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്. ഇത് പണ്ട് കാലത്തുള്ളതാണ്. ഇത് പുതിയതല്ല. ഇത് പഴയതാണ്. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആളുകൾ എന്തെങ്കിലും വിളിച്ചുകൂവി എന്തെങ്കിലും അവർ പുലമ്പി എന്ന് വിചാരിച്ച് ഞങ്ങൾ തളർന്നു പോവുകയില്ല. ഞങ്ങളുടെ കയ്യിൽ ഇത് ദീനാണുള്ളത്, തെളിവാണുള്ളത്. അള്ളാഹുവിന്റെ വാക്കും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും ആ ഹക്ക് ഖുർആനും സുന്നത്തും ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ മനസ്സിലാക്കിയ ആദിമ തലമുറ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവർ, അവരുടെ ഫഹമും അവരെങ്ങനെ മനസ്സിലാക്കിയോ ഇതുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖദ് തറക്തുകും അലൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്ത ഒരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ എനിക്ക് ശേഷം ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല.
ഇതാ ഇസ്ലാം വെളുത്ത രാജപാതയാകുന്നു. ഇതിലാർക്കും ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമല്ല. എന്താണ് ഞാൻ എന്ത് വിശ്വസിക്കണം? ഏത് ദൈവത്തോടാണ് ഞാൻ തേടേണ്ടത്? ഏതിന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യേണ്ടത് എന്ന വേചാരം നമുക്കില്ല. ആകാശഭൂമികളുടെ പറച്ച റബ്ബുണ്ട് നമുക്ക്. എന്താണ് എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണം, നമ്മുടെ സ്ത്രീകൾ എങ്ങനെ വേഷം ധരിക്കണം, നമ്മുടെ വിവാഹം എങ്ങനെ, നമുക്ക് കുടിക്കാൻ പാടുണ്ടോ, നമുക്ക് ലോട്ടറി പാടുണ്ടോ, പലിശ പാടുണ്ടോ, നമ്മുടെ ഇടപാടുകൾ എങ്ങനെ, നമുക്ക് ഏതൊക്കെ കച്ചവടമാവാം, എന്തും എന്താകട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ചോദിച്ചില്ലേ, നേരെ നടക്കുന്നവനും തലകുത്തി നടക്കുന്നവനും ഒരുപോലെ ആകുമോ? കണ്ണുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരുപോലെ ആകുമോ? ഇരുട്ടും വെളിച്ചവും ഒരുപോലെ ആകുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇരുട്ടത്ത് നടക്കുന്നവനും വെളിച്ചത്ത് നീങ്ങുന്നവനും ഒരുപോലെയല്ല. ഒരു മുസ്ലിം അള്ളാഹു കാണിച്ചു തന്ന നൂറിലാണുള്ളത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. അള്ളാഹു പറഞ്ഞില്ല, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാകുന്നു, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത രക്ഷാധികാരിയാകുന്നു, അവൻ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഷിർക്കിൽ നിന്ന് തൗഹീദിന്റെ വെളിച്ചത്തിൽ, ബിദ്അത്തുകളിൽ നിന്ന് ദുരാചാരങ്ങളിൽ നിന്ന് സുന്നത്തിന്റെ വെളിച്ചത്തിൽ, പാപങ്ങളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് അള്ളാഹുവിനനുസരിച്ച് അവന്റെ നല്ല അടിമയായി ജീവിക്കുന്ന താഅത്തിന്റെ വെളിച്ചത്തിൽ. എന്നാൽ കുഫാറുകളുടെ അവരുടെ അവരുടെ ഔലിയ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവർ ആരാണ്? താഗൂത്തുകളാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ, ദൈവങ്ങൾ. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുകയും അള്ളാഹു ഹലാലാക്കിയത് ജനങ്ങൾക്ക് ഹറാമാക്കി കൊടുക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാതെ അതിനെതിരായി പലതും പറഞ്ഞ് ജനങ്ങളെ തങ്ങളുടെ അനുയായികളാക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് താഗൂത്തുകൾ. അവർ ജനങ്ങളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹു ശുദ്ധപ്രകൃതിയിൽ അള്ളാഹുവിന്റെ അടിമകളാക്കി പടച്ച ശുദ്ധപ്രകൃതിയിലുള്ള മുസ്ലിമീങ്ങളായ, അങ്ങനെയാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. അവരെ ഈ ആളുകൾ, താഗൂത്തുകൾ, അതുപോലെ പിശാചുക്കൾ അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അതല്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ ഈ മാർഗം അത് മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. എന്നാൽ ആ പേര് മാത്രം, ബാക്കിയൊക്കെ കാഫിറിൻ്റെത്. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് മുനാഫിഖുകൾ. നമ്മൾ മനസ്സിലാക്കുക, മുനാഫിഖുകൾ സംസാരിക്കുക എപ്പോഴും ഫിത്ന വരുമ്പോഴാണ്. മുസ്ലിമീങ്ങളൊക്കെ വളരെ ശാന്തിയിലും സമാധാനത്തിലും ഉണ്ടാകുമ്പോൾ ഒരൊച്ചയൊന്നും കേൾക്കൂല. അതേസമയം മുസ്ലിമീങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിലും എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തലവെക്കും, അവരുടെ ശബ്ദം നമ്മൾ പുറത്തേക്ക് കേൾക്കും. അവർ പലതും അവസരം മുതലെടുത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. പണ്ടും അങ്ങനെ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്തൊക്കെ മുനാഫിഖുകളപ്പോൾ അവർ തലവെക്കും. അവർ പറയും, എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തതെവിടെ, റസൂൽ വാഗ്ദാനം ചെയ്തതെവിടെ? ദീനിൽ സംശയം ഉണ്ടാക്കുന്ന വർത്താനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്തപ്പോൾ ആളുകളെ കാണൂല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവരവരുടെ സത്യങ്ങളെ പരിചയാക്കി. അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചു അവർ നല്ലവരായിരുന്നു. فحصل بهذا القدر ضرر كبير على كثير من الناس. ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പല ഉപദ്രവങ്ങളും ഉണ്ടായി. കാരണം ഇവരുടെ കള്ളസത്യങ്ങളൊക്കെ കണ്ട് ഇവർ നല്ല മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്, ഫസദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരാളുകളെ തടഞ്ഞു. കള്ളസത്യവും വേണ്ടാത്ത കളവ് സത്യമാക്കി ആകുന്ന രൂപത്തിൽ അങ്ങനെ തോന്നിപ്പിച്ച് പറഞ്ഞിട്ടൊക്കെ. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തത് എത്ര മോശമായ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. ذلك بأنهم آمنوا, കാരണം അവർ ആദ്യം വിശ്വസിച്ചു, മുസ്ലിമീങ്ങളായി. ثم كفروا, പിന്നെ കാഫറുകളായി പോയി, തിരിച്ചുപോയി ദീനില്ല. എന്താണ് ഉണ്ടായത്? അങ്ങനെ ചെയ്തപ്പോൾ ഫത്തുബിഅ, അപ്പോൾ സീല് വെക്കപ്പെട്ടു, മുദ്ര വെക്കപ്പെട്ടു, അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക്, ഫഹും ലാ യഫ്ഖഹൂൻ, അവർ അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല. അള്ളാഹു നമ്മെ ഏവരെയും മുസ്ലിമീങ്ങളാക്കി മരിപ്പിക്കുമാറാകട്ടെ. കാരണം ഹക്ക് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തിന്, അവന്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ആദ്യ രൂപത്തിൽ ആദ്യ തവണ കിട്ടിയാൽ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളെ ചിലപ്പോൾ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞേക്കും. പിന്നെ ഒരിക്കലും അത് സ്വീകരിക്കാനുള്ള മനസ്സിൽ നമുക്ക് ഉണ്ടാവുകയില്ല. ശിക്ഷ എന്നാൽ, അള്ളാഹുവിന്റെ ശിക്ഷ എന്നാൽ എന്താണ്?
അവൻ ഈ ലോകത്ത് അവൻ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ശിക്ഷകളിൽ വളരെ കടുത്തതാണ് യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി. അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ അള്ളാഹു മറയിടുക. സ്വന്തം കൽബിനും അവനും ഇടയിൽ അള്ളാഹു ഒരു മറയിട്ടു. പിന്നെ അവൻ എന്ത് പറ്റുന്നില്ല, അവന് സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവൻ നിഷേധിയായി മാറി, അവൻ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അതിന് പലപ്പോഴും കാരണം എന്താ? ആദ്യം സത്യം വന്നപ്പോൾ അവൻ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു, ദുനിയാവിന്റെ പിന്നാലെ തിരിഞ്ഞു. അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് ശിക്ഷയായി മാറിയേക്കും. അള്ളാഹു ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞില്ലേ, അഹല്ലു ഖൗമഹും ദാറൽ ബവാർ അലം തറ ഇലൽ ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഇസൽ ഖറാർ. ഒരു കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മാറ്റിക്കളഞ്ഞു, എന്നിട്ട് അവരുടെ ആളുകൾക്ക് അവർ നാശത്തിന്റെ ഗേഹം, നാശത്തിന്റെ ഭവനം അവർക്കാക്കി കൊടുത്തു. ജഹന്നമ യസ്ലൗനഹാ, അവരെ കത്തിച്ചു കളയുന്ന നരകത്തി. നാളെ പരലോകത്ത് കല്ലുകളും മനുഷ്യരും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന നരകത്തി, അവർ അതിന്റെ ആളുകളായി. ഇതാരെ കുറിച്ചാണ്? മുഫസ്സിറുകൾ പലരും പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചു മക്കയിലേക്ക്. അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹമായിരുന്നു. അവർക്ക് ഉയരാനുള്ള എല്ലാ അന്തസ്സും നേടിയെടുക്കാനുള്ള വഴിയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അതാണ് പിന്നീട് നബിയെ പിൻപറ്റിയ അറബികൾക്ക് കിട്ടിയത്. ഈ ലോക ചരിത്രത്തിൽ ആരുമായിരുന്നില്ല അറബികൾ. അവര് വളരെ ദുനിയാവ് കൊണ്ടും അവർ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെ നിന്ദ്യരായ ആളുകളായിരുന്നു. അങ്ങനെയായിരുന്നു അവരെ ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകമൊന്നാകെ ഇസ്സത്തുള്ളവരാക്കി അള്ളാഹു ഈ ദീനിലൂടെ അവരെ മാറ്റി. ആ നിഅമത്തായിരുന്നു, അനുഗ്രഹമായിരുന്നു അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിലൂടെ ഉണ്ടായത്. പക്ഷെ അവർ തട്ടി നീക്കി. അവർ പകരം നരകം വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ മക്കയിലെ പലരും, ഖുറൈശുകളിൽ പലരും. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മ, ഉപ്പാന്റെ സഹോദരനാണ്. എത്ര നല്ല ഇസ്സത്തുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മ ഇരിക്കുക എന്നത്. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ സുന്ദരമായി സൂറത്തു തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്തിന്റെ അദ്ദേഹത്തിന് ഒരു തഫ്സീർ ഉണ്ട്, അമ്മജുസിന്റെ തഫ്സീർ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാം, അവരിൽ ഒരാൾ അബൂലഹബാണ്. മുസ്ലിമീങ്ങൾ അതാ ഓതിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹു അവനെ ശപിച്ചത്. തബ്ബത് യദാ അബീ ലഹബ് വതബ്. മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കും. ഇതാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്, ഉപ്പാന്റെ സഹോദരനാണ്. വേറൊരാളതാ അബൂ താലിബ്. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചില്ല. നരകത്തിൽ ശാശ്വതനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചതുകൊണ്ട് നരകത്തിൽ ഒരു ഇളവ് കിട്ടി. എന്താ അത്? സ്പെഷ്യലായി ഒരു ഇളവ്. സാധാരണ കുഫാറുകൾക്ക് ദുനിയാവിൽ ഒരു അമലും പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ഇളവ് കിട്ടി. കാലിന് രണ്ട് തീയിന്റെ ചെരുപ്പുകൾ അണിയിക്കപ്പെടും. നരകത്തിലെ ഏറ്റവും നിസാരമായ ശിക്ഷയാണെന്ന്. ആ ചെരുപ്പുകൾ, തീ കനലാകുന്ന ചെരുപ്പുകൾ അണിയിക്കപ്പെട്ടപ്പോ എന്താണ് അബൂ താലിബിന് നരകത്തിലുണ്ടാവുക? തലച്ചോറ് തിളച്ചു മറിയും. അയാൾ കരുതും ഈ നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ എനിക്കാണ്. യഥാർത്ഥത്തിൽ അത് നരകത്തിൽ ഏറ്റവും നിസാരമായ ശിക്ഷയാണ്. നഊദു ബില്ലാഹി മിനൻ നാർ. അള്ളാഹു നരകത്തിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. തീനാലുള്ള രണ്ട് ചെരുപ്പുകൾ, അത് നരകത്തിൽ ഏറ്റവും നിസാരമായ ശിക്ഷയാണ്. പക്ഷെ അത് അണിയിക്കപ്പെടുന്നവന് അവന്റെ തലച്ചോറ് തിളച്ചു മറിയും. അവൻ വിചാരിക്കും ഏറ്റവും നിസാരമായ ശിക്ഷയാണ് എനിക്ക് എന്ന്. അപ്പൊ നോക്കി, ഇത് വേറൊരു അമ്മാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാമിൽ വളരെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ഇസ്ലാമിന് വേണ്ടി മരിച്ച ആളുകളുണ്ട്. ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാണ്, ഉപ്പാന്റെ സഹോദരനാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സഹാബിയാണ്. അതുപോലെ സ്ത്രീകളുമുണ്ട്. സഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മത്താണ്, ഉപ്പാന്റെ സഹോദരിയാണ്. അപ്പൊ ഇങ്ങനെ അപ്പൊ നോക്ക്, ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നിഅമത്ത് വന്നാൽ അത് വേഗം സ്വീകരിക്കണം. അത് സ്വീകരിച്ച് തള്ളിക്കളയുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു ഈമാനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന, ഹക്കിൽ നിന്ന്
ജനങ്ങൾ അകറ്റുന്ന എമ്പാടും പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഈ ദീനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹക്കിൽ നിന്നും യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയാൻ എമ്പാടും പരീക്ഷണങ്ങൾ. ശുഭഹത്തിന്റെ പരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത്, ശഹവത്തിന്റെ പരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത്, ദീനിൽ സംശയവും ദീനിൽ മോശമായ സംശയങ്ങളുമൊക്കെ നാൾക്ക് നാളെന്നോണം പല ആളുകളും ഇട്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട്. ദീനിൽ പല പല സംശയങ്ങൾ. വലൗ റുദ്ദൂഹു ഇല റസൂലി വ ഇല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവരത് അറിവുള്ളവരിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ അലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്താണ് ശരിയെന്ന്. പക്ഷെ ആളുകൾ ഇങ്ങനെ ശുഭത്തുകളുടെ പിന്നാലെ നടന്ന് ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നു. മറ്റു പലരും ഷഹവാത്തിന്റെ പിന്നാലെയാണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, നമ്മെ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ, സമ്പത്തും സ്ത്രീകളും, അതുപോലെ ഇങ്ങനെ മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് അതിലൂടെ ദീനിൽ നമ്മൾ തെറ്റിച്ചു കൊണ്ടുപോകുന്ന പരീക്ഷണങ്ങൾ. അള്ളാഹു ഈ പരീക്ഷണങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നമുക്ക് ഇത് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും ഈ പരീക്ഷണങ്ങൾക്ക് നടുവിലും റബ്ബിന്റെ ദീനിൽ ഉറച്ചു നിന്നതുവഴി മഹത്തായ പ്രതിഫലവും പരലോകത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم أجرنا من النار. اللهم أدخلنا في جناتك الفردوس يا رب العالمين. الله പറയുന്നു, അവർ മുനാഫിക്കുകൾ അവർ ആദ്യം വിശ്വസിക്കുകയും പിന്നെ കാഫിറുകളായി പോവുകയും ചെയ്തു. ഫതൂബി അലാ ഖുലൂബിഹിം, അവരുടെ കൽബുകൾക്ക് സീൽ വെക്കപ്പെട്ടു. ഫഹും ലാ യഫ്ഖഹൂൻ, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അവർ അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്നില്ല. ഇബ്നു കസീർ പറഞ്ഞു, ഇന്നമാ ഖുദ്ദിറ അലൈഹിമുൻ നിഫാഖു ലിറുജൂഇഹിം അനിൽ ഈമാനി ഇലൽ കുഫ്റാൻ, ഈമാനിൽ നിന്ന് കുഫറിലേക്ക് തിരിച്ചുപോയതുകൊണ്ട് അവർക്ക് നിഫാഖ് വിധിക്കപ്പെട്ടു. വസ്തിബ്ദാലിഹിമു ദ്ദലാലത ബിൽ ഹുദാ, സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗം പകരം വാങ്ങിയതുകൊണ്ട്. ഫതബ അല്ലാഹു അലാ ഖുലൂബിഹിം, അതുകൊണ്ട് അല്ലാഹു അവരുടെ കൽബുകൾക്ക് സീൽ വെച്ചു. ഫഹും ലാ യഫ്ഖഹൂൻ, അതുകൊണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുകയില്ല. ഐ ഫലാ യസിലു ഇലാ ഖുലൂബിഹിം ഹുദാ വലാ യുഖ്ലിസു ഇലൈഹാ ഖൈർ വലാ യഖ്ലുസു ഇലൈഹാ ഖൈർ ഫലാ തഈ വലാ തഹ്തദി. അല്ലാഹു കൽബിന് സീൽ വെച്ചാൽ പിന്നെന്താണ്? ഒരു വെളിച്ചം അവരുടെ കൽബിലേക്ക് കയറുകയില്ല, അതിലേക്കൊരു ഖൈർ അവരുടെ കൽബിലേക്ക് വരികയില്ല. ആ കൽബ് പിന്നെ ഉൾക്കൊള്ളുകയോ നേർമാർഗത്തിലെത്തുകയോ ചെയ്യുകയില്ല. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹി മിനൽ ളലാലി ബഅദൽ ഹുദാ. അല്ലാഹു പറയുന്നു, വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വയഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ. വഇദാ റഅയ്തഹും, ഓ നബിയെ താങ്കൾ അവരെ കണ്ടാൽ, തുഅ്ജിബുക, താങ്കൾ അത്ഭുതപ്പെടുത്തിയേക്കും, ആശ്ചര്യപ്പെടുത്തിയേക്കും, അജ്സാമുഹും, അവരുടെ രൂപങ്ങൾ, അവരുടെ ശരീരം കണ്ടാ മോശം തോന്നുന്ന ആളുകളെന്നല്ല, മറിച്ച് കണ്ടാ വളരെ വലിയ വലിയ ആളുകളാണെന്ന് തോന്നും. വയഖൂലു, അവർ സംസാരിച്ചാൽ, തസ്മ, താങ്കൾ കേട്ടിരുന്നു പോകും, ലിഖൗലിഹിം, അവരുടെ വാക്കുകൾക്ക്. അതായത് ഇബ്നു കസീർ പറയുന്നു, വകാനു അഷ്കാലൻ ഹസന വദവി ഫസാഹത്തി വഅൽസിന, അവർ നല്ല രൂപമുള്ളവരായിരുന്നു, അതുപോലെ നല്ല നാവുള്ള ആളുകളായിരുന്നു, നല്ല ഫസീഹായ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു, സ്ഫുടമായ ഭാഷ, നല്ല അറബി സംസാരിക്കുന്നവരായിരുന്നു. വഇദാ സമിഅഹും അസ്സാമിഉ യസ്ഗാ ഇലാ ഖൗലിഹിം ലിബലാഗതിഹിം, അവരുടെ ബലാഗത്ത് കൊണ്ട്, നല്ല സംസാരം കൊണ്ട്, ഭാഷാ സ്ഫുടത കൊണ്ട് കേൾക്കുന്നവൻ അവന്റെ കാതു കൊടുത്തു പോകും. വഹും മഅ ദാലിക ഫീ ഗായത്തി അദ്ദഅഫി വൽ ഖൗരി വൽ ഹലഇ വൽ ജസ്ഇ വൽ ജുബ്ൻ, യഥാർത്ഥത്തിൽ അവർ ഇതിന്റെ കൂടെ ശരീരം വളരെ മൊഞ്ചുള്ളതാണ്, നല്ല കരുത്തരാണെന്ന് തോന്നും, സംസാരമൊക്കെ വളരെ മികച്ചതാണ്, ഇതോടൊപ്പം പരമ ദുർബലരും, അതുപോലെ പരാജിതരും, പേടിത്തൊണ്ടന്മാരും, ഭീരുക്കളും, അതുപോലെ ബേജാറിന്റെ ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അള്ളാഹ് തൊട്ടുടനെ പറയണ്ട, കഅന്നഹും ഖുശുബും മുസന്നദ, കഅന്നഹും ഖുശുബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, യഹ്സബൂന, അവർ കരുതുന്നു, കുല്ല സൈഹത്തിൻ, എല്ലാ ശബ്ദവും, അലൈഹിം, അവർക്കെതിരാണെന്ന്. എന്ത് ഇപ്പൊ അള്ളാഹു നമ്മളെ കാര്യത്തിൽ ആയത്തിറക്കി, നമ്മളെ കള്ളി പൊളിയുമോ, നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോൾ അവർ നടക്കുന്നത്.
മുഅ്മിനിന് അങ്ങനത്തെ പേടിയില്ലല്ലോ. അവൻ പല സലഫുകളും പറഞ്ഞതുപോലെയാണ് അവന്റെ അവസ്ഥ. റബ്ബുമായുള്ള അവന്റെ ഇടപാട് അവൻ നേരെയാക്കിയിട്ടുണ്ട്. അള്ളാഹുമായി അവൻ നേരെയാണ്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ അവൻ സത്യസന്ധനാണ്. പരസ്യമായി അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും രഹസ്യമായി റബ്ബിനെ ധിക്കരിക്കുകയും അവൻ ചെയ്യുന്നില്ല. റബ്ബിനോടവൻ നേർക്ക് നേരെയാണ്. അതുകൊണ്ട് ആളുകളുടെ കാര്യം അവന് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയല്ല. സലഫുകൾ പറഞ്ഞു, നീ അള്ളാഹു നീ ആയിട്ടുള്ള കാര്യം നേരെയാക്കിയാൽ പിന്നെ ജനങ്ങൾ നീ ആയിട്ടുള്ള കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അത് നീ ബേജാറാവേണ്ട ആവശ്യമല്ല. നിങ്ങൾക്കറിയുമോ, മുൻഗാമികളായ പലരും ഇത് തമ്മിൽ കാണുമ്പോൾ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു, തമ്മിൽ കാണാതിരിക്കുമ്പോൾ പരസ്പരം എഴുതാറുണ്ടായിരുന്നു എന്നാണ് ഇക്കാര്യം. അള്ളാഹുമായുള്ള നിന്റെ ബന്ധം നീ നന്നാക്കുക, എങ്കിൽ ജനങ്ങളുമായിട്ടുള്ള നിന്റെ ബന്ധത്തിന്റെ കാര്യം റബ്ബ് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി നല്ല നിലക്ക് പെരുമാറണം. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവക്കാരോട് കളവ് പറയാതിരിക്കലും വാഗ്ദത്തം ലംഘിക്കാതിരിക്കലും കരാറ് പാലിക്കലും ഇതൊക്കെ ഈ സൽസ്വഭാവങ്ങളൊക്കെ പടപ്പുകളോടാണ്. അവരോട് അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ പെരുമാറുക. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ അവരെ ശർറ് നമ്മൾ പേടിക്കേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല ഇൻഷാ അള്ളാഹ്. അതുപോലെ അവർ നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കുക, നമ്മെ വെറുക്കുക, നമ്മളോട് ബുഗ്ദുള്ള ആളുകളായി മാറുക എന്നതിൽ നിന്നൊക്കെ അള്ളാഹു കാക്കും ഇൻഷാ അള്ളാഹ്. റബ്ബുമായുള്ള ബന്ധം നമ്മൾ നേരെയാക്കിയാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സൂറത്തു മറിയമിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഈമാനും സാലിഹായ അമലുമുള്ളവർ അള്ളാഹുവിൽ യഥാവിധി വിശ്വസിക്കുകയും അള്ളാഹു പഠിപ്പിച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവരാരോ അള്ളാഹു അവർക്ക് വുദ് ഏർപ്പെടുത്തി കൊടുക്കുന്ന സ്നേഹം അള്ളാഹു അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കും. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങളും വെറുപ്പുകളൊക്കെ ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വന്നാലും ഇസ്ബിർ, നീ ക്ഷമിക്കുക, ഇൻഷാ അള്ളാഹ് ഒരു കാലം വരും, അടുത്ത് തന്നെ വരും, ദൂരമൊന്നുമല്ല. അവരൊക്കെ നിന്നെ സ്നേഹിക്കുന്ന, അവരൊക്കെ നിന്നെ മാതൃകയായി കാണുന്ന ഒരു കാലം ഇൻഷാ അള്ളാഹ് വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം അടുത്താണ്. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. അള്ളാഹു സഹായിക്കും, അള്ളാഹു സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവനാണ്, അവൻ വാഗ്ദാനം ലംഘിക്കാത്തവനുമാണ്. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, ഇബ്നു കസീർ പറയുന്നു, ഐ കുല്ലമാ വഖഅ അംറുൻ ഔ കായിനത്തുൻ ഔ ഖൗഫുൻ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, ഒരു സംഭവം സംഭവിച്ചു, ഒരു പേടിപ്പെടുത്തുന്ന കാര്യമുണ്ടായി, യഅതഖിദൂന ലിജുബ്നിഹിം അന്നഹു നാസിലുൻ ബിഹിം, അവർക്ക് അതെത്തിയിട്ടില്ലല്ലോ. യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, നഅം, അതിന്റെ മുമ്പാണല്ലോ കഅന്നഹും ഖുശുബുൻ മുസന്നദ. ജസാക്കല്ലാഹു ഖൈറ. കഅന്നഹും ഖുശുബുൻ മുസന്നദ, കഅന്നഹും അവർ ഇങ്ങനെയാണ്. ഏതുപോലെയാണ്? ഖുശുബുൻ, ഖശബത്ത് പറഞ്ഞ മരത്തടി, മരക്കഷ്ണം. ഖുശുബ് അതിന്റെ ജംആണ്, ബഹുവചനമാണ്. മുസന്നദത്തുൻ, ചാരി വെച്ച മരത്തടികൾ പോലെയാണ് അവർ. എപ്പോ വേണമെങ്കിലും ഏത് കാറ്റടിച്ചാലും തെന്നി വീണേക്കാം, മാറി വീണേക്കാം, എല്ലാം അവർക്കെതിരാണെന്ന് അവർ വിചാരിക്കുന്നു. ഇത് ഏതിനോടൊപ്പമാണ്? നല്ല തടിമണ്ണവും നല്ല സംസാരമൊക്കെ ഉള്ളതിനോടൊപ്പമാണ്. ഉള്ളിങ്ങനെയാണ്. അള്ളാഹു അവരെ കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, അശിഹത്തൻ അലൈക്കും, അവർ നിങ്ങളുടെ കാര്യത്തിൽ അതീവ ഷുഹുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷുഹ് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. എന്താണോ കിട്ടാനുള്ളത് നോക്കിയെടുക്കുക. അതുപോലെ അവനിൽ നിന്ന് വല്ലതും ചെലവഴിക്കേണ്ടി വരും എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയായി കാണുക. ഇതെല്ലാം, ഈ സ്വഭാവങ്ങളെല്ലാം മുഅ്മിൻ ഇതിൽ നിന്ന് നേരെ എതിരുള്ള സ്വഭാവത്തിലായിരിക്കണം. ഇതിലേത് നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, നമ്മൾ മാറണം. അശിഹത്തൻ അലൈക്കും ഫൈദാ ജാഅൽ ഖൗഫു, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, ഇതിന്റെ വിശദീകരണമാണത്. പേടിപ്പെടുത്തുന്ന വല്ല സംഗതിയും ഉണ്ടായാൽ റഅയ്തഹും, ഓ നബിയെ താങ്കൾക്ക് അവരെ കാണാം, യൻദുറൂന ഇലൈക്, അവർ താങ്കളെ നോക്കുന്നു, തദൂറു അയുനുഹും, അവരെ കണ്ണിങ്ങനെ കറങ്ങുന്നു, കല്ലദി യുഗ്ശാ അലൈഹി മിനൽ മൗത്ത്, മരിക്കാമോ എന്നെ കണ്ണ് കറങ്ങണ പോലെ കറങ്ങുന്നു പേടിച്ചിട്ട്. ഫൈദാ ദഹബൽ ഖൗഫ്, പേടിപ്പെടുത്തുന്ന കാര്യം അങ്ങ് നീങ്ങിയാൽ പിന്നെ കാണാം, സലഖൂകും ബി അൽസിനത്തിൻ ഹിദാദിൻ, മൂർച്ചയേറിയ നാവുമായി അവർ താങ്കളോട് സംസാരിക്കുന്നത്. കാരണം പിന്നെ സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്തായി? പിന്നെ ആളാകെ മാറി. അശിഹത്തൻ അലൽ ഖൈർ, വല്ല ആനുകൂല്യം അവർക്ക് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട്. ഉലൈക ലം യുഅ്മിനു, അവർ വിശ്വാസമില്ലാത്തവരാണ്. ഫഅഹ്ബതല്ലാഹു അഅമാലഹും, അല്ലാഹു അവരുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞു. വകാന ദാലിക അലല്ലാഹി യസീറ, അല്ലാഹുവിന് അത് എളുപ്പമാണ്.
എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ജുബുൻ, അത് മുനാഫികളുടെ സ്വഭാവമാണ്. മുഅ്മിൻ അവൻ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവനാണ്, അവൻ ആളുകളെ പേടിക്കാത്തവനാണ്. അള്ളാഹു പറഞ്ഞു വയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പേടി ഉണ്ടാവും. ഒരാൾ പെട്ടെന്ന് നടന്നു പോകുന്ന വഴിയിൽ പാമ്പിനെ കണ്ടു, പേടിച്ചു പോകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചിട്ടുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള പേടിയാണ്. പെട്ടെന്നൊരു ഒറ്റ ഇട്ടു പേടിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര ധീരതയ്ക്ക് അറിയപ്പെട്ട സഹാബിയാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സഹാബി ജോലിക്ക് പോകുമ്പോൾ, ഒരാൾ ജോലിക്ക് പോകുമ്പോൾ മറ്റേ ആള് റസൂലുള്ളാഹിന്റെ അടുത്ത് ഹദീസ് കേൾക്കും. ആ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരിക്കുക എന്നുള്ളത് പരസ്പരം വീതം വെച്ച സഹാബി ഉണ്ടല്ലോ, അൻസാറുകൾപ്പെട്ട ആ സഹാബി ഉമറിന്റെ വീട്ടിലൊരിക്കൽ രാത്രി ഒച്ചത്തിന് മുട്ടി, ഒരേ മുട്ട. അപ്പൊ ഉമർ പറഞ്ഞു ഞാൻ പേടിച്ചുപോയി. സ്വാഭാവിക മാനസികമായ പേടിയാണത്. അപ്പൊ എന്നതുപോലെയല്ല, അതിന്റെ അപ്പുറത്തുള്ള പേടി, നമുക്ക് എന്താണ് വരാൻ പോകുന്ന ആളുകളിങ്ങനെ പേടിച്ച് നടക്കുക എന്നത്, അത് മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് അവൻ ധൈര്യമുള്ളവനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞു അശ്ജഅൻ നാസ്, അവിടെ നല്ല ധൈര്യമുള്ള ആളായിരുന്നു. അപ്പോ നമ്മള് കുഴപ്പക്കാരോ കുഴപ്പത്തിന് പോകുന്നവരോ അല്ലല്ലോ, പിന്നെ തീരെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? തെറ്റുകളും ഹറാമുകളും ഇസ്മുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾ പേടിക്കണം. കാരണം അള്ളാഹുവിന്റെ അദാബ് അവർക്ക് എപ്പോഴും സംഭവിച്ചേക്കും. അള്ളാഹുവിനെ നന്നായി ഭയപ്പെടുക, ആളുകളെ നമ്മൾ പേടിക്കേണ്ടി വരികയില്ല. എന്നാൽ അള്ളാഹുവിന് ഒരുത്തിന് പേടിയില്ലേ, അവൻ ആളുകളെ പേടിക്കേണ്ടി വരും. റബ്ബിനെ യഥാവിധി ഭയപ്പെട്ടോ ആളുകളുടെ മനസ്സിൽ അള്ളാഹു അവനൊരു ഹൈബത്തിട്ട് കൊടുക്കും. അള്ളാഹു അവനൊരു ഹൈബ, ഒരു ഗാംഭീര്യം ജനങ്ങളുടെ മനസ്സിൽ റബ്ബിട്ട് കൊടുക്കുന്നതാണ്. അല്ലേ അള്ളാഹു അവൻ അപമാനിച്ചു കളയും. അള്ളാഹു ഒരുവൻ അപമാനിച്ചാൽ പിന്നെ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ വെറും, ഈ മുനാഫിക്കുകൾ അവർ വെറും രൂപങ്ങൾ മാത്രമാണ്, ഉള്ള് ഒന്നുമില്ല. ഹുമുൽ അദുവ്വു ഫഹ്ദർഹും, അള്ളാഹു പറഞ്ഞു ഹുമുൽ അദു, അവരാകുന്നു ശത്രു. ഫഹ്ദർഹും, അവരെ സൂക്ഷിക്കുക. ഖാതലഹുമുല്ലാഹ്, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. അന്ന യുഫകൂൻ, എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്? ഐ കൈഫ യുസ്റഫൂന അനിൽ ഹുദാ ഇല ളലാൽ. ഇബ്നു കസീർ പറഞ്ഞു, എങ്ങനെ സന്മാർഗത്തിൽ നിന്ന് അവർ വീണ്ടും ദുർമാർഗത്തിലേക്ക് പോകുന്നു. ഹുദ, വെളിച്ചം മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ ഇരുട്ടിലേക്ക് പോവുകയോ, സത്യം മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ അസത്യത്തിലേക്ക് പോവുകയോ, തൗഹീദിന്റെ വെളിച്ചം മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ ഷിർക്കിന്റെ ഇരുട്ടിലേക്ക് പോവുകയോ? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖാതലഹുമുല്ലാഹ് അന്നാ യുഫകൂൻ, അവരെ അള്ളാഹു, ഖാതല എന്നത് ശാപത്തിന്റെ വാക്കാണ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, അള്ളാഹു അവരെ നശിപ്പിച്ചിരിക്കുന്നു. അന്നാ യുഫകൂൻ, അവരെങ്ങനെയാണ് തെറ്റിപ്പോകുന്നത് എന്ന്. ഇനിയുള്ള ആയത്തുകൾ, പ്രത്യേകിച്ച് വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് എന്നത് തൊട്ട് ഈ സൂറത്തിൽ തന്നെ 8-ാമത്തെ ആയത്ത് വരെ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ എന്ന ആയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവത്തിന് അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ്. അതായത് മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അയാളുടെ ഒരു മോശമായ പ്രവർത്തനം, അതേക്കുറിച്ച് അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ് ഇനിയുള്ള ആയത്തുകൾ. എന്നാൽ ഏത് മുനാഫിഖിനും ഖിയാമത്ത് നാൾ വരെ ഇത് ബാധകവുമാണ്. ഒരു ഖുസൂസായ സബബ്, പ്രത്യേകമായ ഒരു കാരണം ഉണ്ടെങ്കിലും അത് ഉമൂമായ നിലക്കത് ബാധകമാണ്, എല്ലാവർക്കും അത് ബാധകമാണ്. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് ദൈർഘ്യമേറിയ സംഭവമായതുകൊണ്ടും വൈദിക ചെറുത്താൻ കഴിയാത്തതുകൊണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ ബാക്കി അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.